നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കരബാ കപ്പിൽ നടന്ന ആദ്യ സെമി ഫൈനൽ മത്സരത്തെ കുറിച്ചാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് 2-0 ആർസണലിനെ ഇന്ന് പരാജയപ്പെടുത്തി. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ശരിക്കും പറഞ്ഞാൽ ആർസണലിൽ ഈസി ആയിട്ട് ജയിക്കേണ്ട ചാൻസുകൾ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലിനിക്കൽ ആയിട്ടുള്ള ഫിനിഷിംഗ് അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. സ്റ്റാറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്രേസി ആയിട്ടുള്ള സ്റ്റാറ്റാണ് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടത്. 70% പൊസിഷൻ കൺട്രോൾ ചെയ്തത് ആർസണലാണ്. 23ഓളം ഓപ്പർച്യൂണിറ്റീസ് ആർസണൽ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ പല 1-on-1 ചാൻസുകളും കളഞ്ഞു കുളിക്കുന്ന ഒരു ആർസണൽ ടീമിനെയാണ് നമ്മളിന്ന് കണ്ടത്. മറ്റൊരു ഡൊമസ്റ്റിക് കപ്പ് കൈവിട്ടു പോകുമോ എന്നുള്ള ഒരു പേടി ആർസണൽ ഫാൻസിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സെക്കൻഡ് ലെഗിൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്കും അല്ല. എന്നാൽ വളരെ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് നമ്മൾ ന്യൂകാസിലിന്റെ സൈഡിൽ നിന്ന് കണ്ടത്. ഒരുപാട് ചാൻസുകളൊന്നും അവർ ക്രിയേറ്റ് ചെയ്തില്ല. പക്ഷെ കിട്ടിയ ചാൻസുകൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. ഇസാക്കിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് ഒരു ബീസ്റ്റ് മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ബോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോർ ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇസാക്കിന്റെ സൈഡിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു 3-4 സെക്കൻഡിലേക്ക് ആർസണലിന്റെ ഡിഫൻസ് സ്വിച്ച് ഓഫ് ആയി പോയ മൊമെന്റാണ് നമ്മൾ കണ്ടത്. ഗോൾ കീപ്പറുടെ കയ്യിൽ നിന്ന് ഒരു ലോങ് ബോൾ വരുന്നു. ന്യൂകാസിലിന്റെ ഒരു ഹെഡർ ബോക്സിലേക്ക് എത്തുന്നു. ഇവിടെ മർഫി ഈ ബോള് ഇസാക്കിലേക്ക് പാസ് ചെയ്തു. ഇസാക്കിന്റെ ഒരു 1-on-1 ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പുള്ളി അത് ഫിനിഷ് ചെയ്തു. ഈ സമയത്ത് ആർസണലിന്റെ ആരും ബോക്സിലേക്ക് വരാൻ പറ്റിയില്ല. അവർ അങ്ങനെ ഒരു ബോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡിലേക്ക് ന്യൂകാസിൽ എത്തുകയാണ്. ആദ്യത്തെ 30 മിനിറ്റിൽ ഒരു 4ഓളം കിടിലൻ ചാൻസുകൾ ആർസണൽ ക്രിയേറ്റ് ചെയ്തു. മാർട്ടിനൊക്കെ ഒരു 1-on-1 ചാൻസ് ഉണ്ടായിരുന്നു. പുള്ളി ആ ഷോട്ട് പോസ്റ്റിന്റെ ഫ്രെയിം തട്ടിയിട്ട് ഡിഫ്ലക്റ്റ് ആയി പോകുന്നത് നമ്മൾ കണ്ടു. ഗബ്രിയലിന് ചാൻസ് ഉണ്ടായിരുന്നു. ഓഡിഗാർഡിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ ആർസണലിന് ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞതുമില്ല. അങ്ങനെ 1-0 ലീഡോടെ ന്യൂകാസിലാണ് ഫസ്റ്റ് ഹാഫിൽ മുമ്പിലെത്തിയത്. സെക്കൻഡ് ഹാഫിൽ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ക്ലിനിക്കലായിട്ട് ആർസണൽ തിരിച്ചു വരും. പക്ഷേ ഒന്നും നടന്നില്ല. ശരിക്കും പറഞ്ഞാൽ 3 പേര് ഇസാക്കിനെ ബോക്സിലേക്ക് വരുമ്പോൾ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഗോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു ഡിഫൻസീവ് മിസ്റ്റേക്ക് ആണെന്ന് പറയേണ്ടി വരും. കാരണം റൈസ് ഉണ്ട്, തോമസ് പാർട്ടേ ഉണ്ട്, തൊട്ട് പിറകിലായിട്ട് ഗബ്രിയേൽ ഉണ്ട്. ഈ 3 പേരും കൂടെ ഇസാക്കിന് ചുറ്റുമുണ്ട്. എന്നിട്ട് പോലും ആ ഒരു ബോള് ലെഫ്റ്റ് വിങ്ങിലേക്ക് കൊടുക്കാൻ ഇസാക്കിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇവിടെ ഡേവിഡ് ആയ ഒരു ടച്ചൊക്കെ എടുത്തു. പക്ഷെ ചെറിയ ഡിഫ്ലക്ഷനോടെ ആന്റണി ഗോർഡന്റെ കാലിലേക്കാണ് ബോൾ എത്തിയത്. ഒരു ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി 6 മിനിറ്റിനുള്ളിൽ തന്നെ 2-0 ലീഡിലേക്ക് ന്യൂകാസിൽ എത്തുകയും ചെയ്തു. ഇവിടെ ഒരുപാട് ലോങ് റേഞ്ചിലുള്ള ഷോട്ടുകൾ ആർസണൽ അറ്റംപ്റ്റ് ചെയ്തു. പിന്നീട് സബ്ലൂടെ വന്നിട്ടുള്ള ജോർജിനോക്ക് ഷോട്ട് കിട്ടി, ഗബ്രിയലിന് ഷോട്ട് കിട്ടി. അത് മാത്രമല്ല കായ അവേർഡ്സ് മിസ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റി. എന്റെ പൊന്നോ, ഞാൻ വിചാരിച്ചു ന്യൂകാസിലിന്റെ ഡിഫൻഡേഴ്സ് ഒക്കെ അറ്റൻഷനായി നിൽക്കുകയാണ്. കാരണം അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഫ്രീ ഹെഡർ ആയിരുന്നു. പുള്ളിക്ക് വേണമെങ്കിൽ ഒരു ടച്ച് ഒക്കെ എടുത്തിട്ട് ഷോട്ട് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ഹവേർഡ്സ് അത് പോസ്റ്റിന് പുറത്തേക്ക് ഹെഡ് ചെയ്ത് കളയുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയി. പിന്നീട് ഇഷ്യൂസ് വന്നു. പുള്ളിക്കൊരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് വരെ ചാൻസുകൾ വന്നുകൊണ്ടിരുന്നു. അതൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ആർസണൽ സൈഡിൽ നിന്ന് ഇങ്ങനെയൊരു പരാജയത്തിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം ന്യൂകാസിലെ ഡിഫെൻഡിങ്ങിനെ എടുത്തു പറയേണ്ടതുണ്ട്. വളരെ കയോട്ടിക് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇന്ന് ന്യൂകാസിലിന്റെ ബോക്സിൽ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്ലെയറൊക്കെ സ്ലൈഡിങ് ടാക്കിളും ബോഡി ഷോട്ടിന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു. ആ എഫേർട്ട് തന്നെയാണ് ഈ ഒരു റിസൾട്ട് ന്യൂകാസിൽ നേടിക്കൊടുത്തത്. കാരണം ഒരുപാട് പാനിക് മോഡിലേക്ക് പോകാനുള്ള സിറ്റുവേഷൻസ് ആർസണൽ ക്രിയേറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു ആ സമയത്തൊക്കെ ഗോൾ വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ന്യൂകാസിൽ കളിയിൽ പിടിച്ചു നിന്നു. അവര് വളരെ കൃത്യമായിട്ടുള്ള ഡിഫെൻഡിങ് ആണ് അവസാന ഘട്ടത്തിലൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. സെക്കൻഡ് ലെഗിൽ 3 ഗോളുകൾ അടിച്ചാൽ മാത്രമേ ആർസണലിന് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. സെക്കൻഡ് ലെഗ് നടക്കാൻ പോകുന്നത് ന്യൂകാസിലിന്റെ ഹോം ഗ്രൗണ്ടിലാണ്. നമുക്കറിയാം വളരെ ടഫായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. അവിടെ പോയിട്ട് 3 ഗോൾ അടിക്കുക എന്ന് പറയുന്നത്, അതും ന്യൂകാസിലിന്റെ കട്ട ഡിഫൻസ് ആണ്. ആ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. എന്തായാലും വലിയൊരു ചലഞ്ചാണ് ഇപ്പൊ ആർസണലിന് മുമ്പിലുള്ളത്.
അവർക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കട്ടെ. നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ലിവർപൂളും സ്പേഴ്സും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ സ്പേഴ്സിനെ നല്ല രീതിയിൽ തന്നെ ഗോൾ അടിച്ചിട്ട് മുമ്പോട്ട് വിട്ടിട്ടുണ്ട്. ഈ മത്സരത്തിൽ എന്തായാലും ഒരു നല്ല ഫൈറ്റ് കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ ഗോൾ അടിക്കും, അതുപോലെ തന്നെ നമ്മൾ കൺസീഡ് ചെയ്യാനും ചാൻസുകളുണ്ട്. അപ്പൊ എന്തായാലും ഒരു പോസിറ്റീവായുള്ള മത്സരമാണ് നാളെ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.